ഇറാനിലെ ആഭ്യന്തര കലാപം പാശ്ചാത്യ മാധ്യമങ്ങൾ വാർത്തയാക്കുകയാണ്. ഇറാന്റെ ആഭ്യന്തര കലാപം അടിച്ചമർത്താൻ സൈന്യത്തെ നിയോഗിക്കാൻ ഇറാൻ ഗവൺമെന്റ് നിർബന്ധിതരാകുന്ന ഘട്ടത്തിലാണ്. ഇറാൻ പോലീസിനെ കൊണ്ട് പ്രക്ഷോഭം അടിച്ചമർത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ സൈന്യം ഇറങ്ങും. ഈ സാഹചര്യം നോക്കി ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേലും അമേരിക്കയും. അവർക്ക് ശക്തമായ മുന്നറിയിപ്പുമായി ഖൊമൈനി രംഗത്തുണ്ട്. ഇറാനിലെ ആഭ്യന്തര കലാപം പാശ്ചാത്യ മാധ്യമങ്ങൾ ആഘോഷമാക്കുമ്പോൾ ഇസ്രായേലിലും ആഭ്യന്തര കലാപം രൂക്ഷമാകുന്നു. അത് പാശ്ചാത്യ മാധ്യമങ്ങൾ ആഘോഷം ആക്കുന്നില്ല. ഇസ്രായേലിൽ നെതന്യാഹുവിനെതിരെ 10,000-കണക്കിന് പേർ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നു. ജെറുസലേമിലാണ് 10,000-കണക്കിന് പേർ പ്രക്ഷോഭവുമായി തെരുവിൽ ഇറങ്ങിയത്. തീവ്ര സയനിസ്റ്റുകളാണ് നെതന്യാഹുവിനെതിരെ പ്രക്ഷോഭവുമായി ഇറങ്ങിയിരിക്കുന്നത്. തീവ്ര സയനിസ്റ്റുകൾ ഓർത്തഡോക്സ് വിഭാഗമാണ്, വളരെ ഓർത്തഡോക്സായ വിഭാഗമാണ്. പ്രാർത്ഥന, ജൂതപുസ്തകം വായിക്കൽ, ജൂതവേദ പുസ്തകം വായിക്കൽ, ഇതൊക്കെയാണ് അവരുടെ ജോലി. അവരോട് നിർബന്ധിത സൈനിക സേവനത്തിന് ഇറങ്ങാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് നെതന്യാഹു. അവരത് നിരസിച്ചു. നെതന്യാഹു അവരിൽ ചില യുവാക്കളെ പിടിച്ചുകൊണ്ടുപോയി നിർബന്ധിത സൈനിക സേവനത്തിന് വിധേയമാക്കി. ഇതാണ് അവർ തെരുവിലിറങ്ങാനുള്ള കാരണം. അവർ നെതന്യാഹുവിനെതിരെ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നു. അവർക്കിടയിലേക്ക് ഈ പ്രക്ഷോഭകാരികളുടെ ഇടയിലേക്ക് ഒരു ലോറി പാഞ്ഞു കയറുകയും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഇസ്രായേൽ സൈന്യമാണ് തീവ്ര സയനിസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ കൊലയ്ക്ക് കാരണമെന്ന് അവർ ആരോപിക്കുന്നു. നെതന്യാഹു രാജിവെച്ച് ഇറങ്ങിപ്പോണം എന്നതാണ് അവരുടെ ആവശ്യം. തീവ്ര സയനിസ്റ്റുകളായ 10,000-കണക്കിന് പേർ തെരുവിൽ ഇറങ്ങുന്നത് നെതന്യാഹുവിൻ്റെ കസേരയ്ക്ക് ഇളക്കം സംഭവിക്കാൻ ഇടയാകും എന്നതിൽ സംശയമില്ല. ടൈംസ് ഓഫ് ഇസ്രായേൽ പുറത്തുവിട്ട ഈ വാർത്ത അൽ ജസീറയും പുറത്ത് വിട്ടിരിക്കുന്നു. സംശയമുള്ളവർക്ക് ടൈംസ് ഓഫ് ഇസ്രായേലിൻ്റെ വെബ്സൈറ്റിൽ പരതിയാൽ മതി, ഈ വാർത്തകൾ ലഭ്യമാകും. പക്ഷേ പാശ്ചാത്യ മാധ്യമങ്ങൾ ഇതിനെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നു. ഇസ്രായേലിലെ പ്രക്ഷോഭത്തിന് പിന്നിൽ ഇറാനാണെന്നാണ് നെതന്യാഹു ആരോപിക്കുന്നത്. ഇറാനാണോ അല്ലയോ എന്നതിനെപ്പറ്റി വ്യക്തമല്ല. എന്തായാലും നെതന്യാഹു ഇസ്രായേലിൽ സുരക്ഷിതരല്ല. തീവ്ര സയനിസ്റ്റുകൾ ഇസ്രായേലിൻ്റെ ജൂതന്മാരുടെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്ന വിഭാഗമാണ്. പ്രാർത്ഥനയും സുവിശേഷവും ഒക്കെയായി അവർ കഴിയുന്നു. അവരെ പിടിച്ച് നിർബന്ധിതമായി സൈന്യത്തിൽ ചേർക്കാനാണ് നെതന്യാഹു ശ്രമിച്ചത്. അതാണ് തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ കലാപം എങ്ങനെ അടിച്ചമർത്താം എന്നതിനെപ്പറ്റി ഒരു രൂപവും ഇല്ല. തീവ്ര സയനിസ്റ്റുകൾ കടുത്ത ഓർത്തഡോക്സുകാരാണ്. അവർക്ക് ഇസ്രായേലിലെ സാമാന്യ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട്. പ്രാർത്ഥനയും ജൂതവേദ പുസ്തക വായനയും ഒക്കെയായി കഴിഞ്ഞു പോകുന്ന ഒരു സമൂഹമാണ് അവർ. നെതന്യാഹുവിൻ്റെ സൈന്യത്തിൽപ്പെട്ട പല സൈനികരും ഇപ്പോൾ അവധിയിലാണ്. ദീർഘകാലത്തെ ഹമാസുമായും ഹിസ്ബുള്ളയുമായും ഇറാനുമായും ഒക്കെയുള്ള ദീർഘകാലത്തെ യുദ്ധം ഇസ്രായേൽ സൈന്യത്തെ ക്ഷീണിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ അവധിയെടുത്ത് പോയിരിക്കുന്നു. ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു യുദ്ധം അനിവാര്യമായിരിക്കെ നിർബന്ധിത സൈനിക സേവനം എന്ന ആശയം തീവ്ര സയനിസ്റ്റുകൾക്കിടയിൽ നെതന്യാഹു കൊണ്ടുവന്നു. അതാണ് അവരുടെ കലാപത്തിന് കാരണം. ഈ കലാപം ആരും അറിയുന്നില്ല, അല്ലെങ്കിൽ ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ടൈംസ് ഓഫ് ഇസ്രായേലും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതല്ലാതെ കേരളത്തിലെ മാധ്യമങ്ങളോ പാശ്ചാത്യ മാധ്യമങ്ങളോ ഇത് റിപ്പോർട്ട് ചെയ്ത് കാണുന്നില്ല. ഇസ്രായേലിന് പുറമെ അമേരിക്കയിലും വംശീയ കലാപം കൊടുമ്പിരി കൊള്ളുകയാണ്. കുടിയേറ്റക്കാർക്കെതിരെ ട്രംപ് എടുത്ത നടപടി കുടിയേറ്റക്കാരുടെ പ്രതിഷേധത്തിന് കാരണമായി മാറിയിരിക്കുന്നു. കുടിയേറ്റക്കാരുടെ പ്രതിഷേധം അമേരിക്കയിൽ രൂക്ഷമാകുന്നു.
അതിനിടെ അതിനെതിരെ വെടിവെപ്പ് ഉണ്ടാവുകയും റെനി നിക്കോളാസ് എന്ന അമേരിക്കൻ കവയിത്രി കൊല്ലപ്പെടുകയും ചെയ്തു. അത് വലിയ പ്രക്ഷോഭത്തിന് കാരണമായിരിക്കുന്നു. റെനി നിക്കോളാസിനെ അമേരിക്കൻ പോലീസ് വെടിവെച്ച് കൊന്നു എന്നാരോപിച്ച് കുടിയേറ്റക്കാർ പോലീസിന് നേരെ ആക്രമണം നടത്തി. പ്രതിപക്ഷം നിശിതമായ ഭാഷയിലാണ് ട്രംപിനെ വിമർശിച്ചത് റെനി നിക്കോളാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട്. അമേരിക്കയിലെ ശ്രദ്ധേയായ കവിയാണ് റെനി നിക്കോളാസ്. അവർ ആക്ടിവിസ്റ്റാണ്. അവർ കുടിയേറ്റക്കാർക്ക് അനുകൂലമായി കവിതകൾ എഴുതുകയും കുടിയേറ്റക്കാർക്ക് അനുകൂലമായി സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ്. അവരെയാണ് അമേരിക്കൻ പോലീസ് ക്രൂരമായി കൊല ചെയ്തത്. കുടിയേറ്റക്കാരെ അടിച്ചമർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവരെ കൊല ചെയ്തത് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് അതേപടി അംഗീകരിക്കാൻ അവർക്ക് പ്രതിഷേധക്കാർക്ക് കഴിഞ്ഞിട്ടില്ല. ട്രംപിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നു റെനി നിക്കോളാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട്. ചുരുക്കത്തിൽ ഇസ്രായേലിൽ മാത്രമല്ല അമേരിക്കയിലും വംശീയ കലാപം രൂക്ഷമാവുകയാണ്. ഇറാനിലെ ആഭ്യന്തര കലാപം വലിയ വാർത്തയാക്കി ഇറാന് മുന്നറിയിപ്പൊക്കെ നൽകിയ ട്രംപ് ഇപ്പോൾ സ്വന്തം നാട്ടിൽ നടക്കുന്ന കലാപത്തെ എങ്ങനെ അടിച്ചമർത്തണം എന്നറിയാതെ തലയിൽ താടിക്ക് കൈയും കൊടുത്ത് ഇരിക്കുകയാണ്. സ്വന്തം നാട്ടിൽ കലാപം പടരുന്നത് ട്രംപ് ഞെട്ടലോടെ കാണുന്നു. അത് പ്രതിപക്ഷം ആയുധമാക്കി മാറ്റിയിരിക്കുന്നു. ഇസ്രായേലിലാകട്ടെ തീവ്ര സയനിസ്റ്റുകളെ കൊണ്ട് നെതന്യാഹുവിന് പൊറുതിമുട്ടിയിരിക്കുന്നു. തീവ്ര സയനിസ്റ്റുകൾ ഇസ്രായേലുകാരുടെ മനസ്സ് നിയന്ത്രിക്കുന്ന വിഭാഗമാണ്. അവർക്ക് ഒരു വിശുദ്ധ പരിവേഷം ഇസ്രായേലികൾ കൊടുത്തിട്ടുണ്ട്. അവർ പ്രാർത്ഥനയിലും അവർ സുവിശേഷത്തിലും അവർ ജൂതവേദ പുസ്തകം തോറ എന്ന് പറയുന്ന ജൂതവേദ പുസ്തകം വായിക്കുന്നതിലും ഒക്കെ അഭിരമിക്കുന്നവരാണ്. അവർക്ക് സൈനിക നടപടികളോട് താല്പര്യമില്ല. പ്രാർത്ഥനയും മറ്റുമായി നടക്കുന്ന അവരിലെ യുവാക്കളെ പിടിച്ച് നെതന്യാഹു സൈന്യത്തിലേക്ക് കൊണ്ടുപോയതാണ്, സൈന്യത്തിൽ ചേർക്കാൻ ശ്രമിച്ചതാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന കലാപത്തിന് കാരണം. അത് ഇറാനാണെന്ന് വരുത്തി തീർക്കാൻ നെതന്യാഹു ശ്രമിക്കുന്നുണ്ട്. ഇറാനാണോ അല്ലയോ എന്നുള്ളത് ഇനി വരും നാളുകളിൽ മാത്രമേ തിരിച്ചറിയാൻ സാധിക്കൂ. ടൈംസ് ഓഫ് ഇസ്രായേലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ജെറുസലേമിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട കലാപം മറ്റ് ഇസ്രായേൽ പ്രവിശ്യകളിലേക്കും വ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഇസ്രായേലും സുരക്ഷിതമല്ല ആഭ്യന്തര കലാപത്തിൻ്റെ കാര്യത്തിൽ. ഇറാനിലെ ആഭ്യന്തര കലാപം ആഘോഷമാക്കുന്ന അമേരിക്കയും ഇസ്രായേലും സ്വന്തം നാട്ടിലെ ആഭ്യന്തര കലാപത്തിന് മേൽ അന്തം വിട്ട് നിൽക്കുമ്പോൾ ഖൊമൈനി പൊട്ടിച്ചിരിക്കുകയാണ്.